A very good morning, my dear students. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 2-ല് കമ്പനി അക്കൗണ്ട്സ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആ മൊഡ്യൂളാണ് നോക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഫോർഫീച്ചർ വരെ ഉള്ള മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസും 5 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമ്മളുടെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഫോർഫീച്ചർ തുടങ്ങിയിട്ടുള്ള ഏരിയ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഷെയർസിൽ നമുക്ക് പ്രധാനമായിട്ട് അവർ ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ കമ്പനി അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ കമ്പനി എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഇതിൻ്റെ ഡെഫിനേഷൻ ഒരു മീനിങ് ഉണ്ട്. കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് അല്ലേ. ആൻഡ് അക്കോർഡിംഗ് ടു ലോർഡ് ജസ്റ്റിസ് ഹാനെ എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപ്പച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ എഴുതിയാലായിട്ട് മതിയാവും. Then characteristics of a company. It is a voluntary association of a person, and it has separate legal entity, and it has perpetual succession, and it is an artificial person created by law. Liability of the shareholders is limited to the extent of the value of share, and it has a common seal or signature of company. സോ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് കൂടിച്ചേർന്ന് പ്രോഫിറ്റിന് വേണ്ടി, അതായത് ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ആസ് എ പേഴ്സൺ അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഒരു പേഴ്സൺ എങ്ങനെയാണ് ഒരു ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡെത്ത് രജിസ്റ്റർ ചെയ്യുന്നത്, ഇൻ ബിറ്റ്വീൻ അവരുടെ ലൈഫ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ലീഗലായിട്ട് എൻറ്റിറ്റി ഉള്ള ഒരു എന്താ പറയുക കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിയുടെ മെമ്പേഴ്സും അല്ലെങ്കിൽ ഓണേഴ്സും കമ്പനിയും ഡിഫറൻ്റ് ആണ്. ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്നതാണ് ആര്? കമ്പനി എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് പെർപ്പച്വൽ സക്സഷൻ and it is an artificial person created by law. And liability of the shareholder is limited to the extent of the value of the share value വരെ liability of the shareholder limited ആണെന്ന് പറയാം. And it has a common seal or signature of a company. ഒരു പേഴ്സൺ എങ്ങനെയാണ് തൻ്റെ സിഗ്നേച്ചർ ഡോക്യുമെൻസിലെ അല്ലെങ്കിൽ ലോ ഇമ്പാക്റ്റ് കിട്ടുന്നത്, അതുപോലെ തന്നെ കമ്പനിക്കും എന്തുണ്ട്? കോമൺ സീലുണ്ട്, സിഗ്നേച്ചറും ഉണ്ട്. And it is managed by board of directors. The shares of the company are freely transferable, and a private company must have a minimum paid up capital or 1 lakh, while a public company must have minimum paid up share capital of 5 lakh. സോ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനിയിൽ പറയുന്നത്. ദെൻ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ കമ്പനീസ്. എന്തെല്ലാം ബുക്സുകളാണ് കമ്പനീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. പ്രധാനമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? സെയിൽസ് ബുക്സ്, പർച്ചേസ് ബുക്സ് അല്ലേ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ദെൻ മണി റിസീവ്ഡ് അല്ലെങ്കിൽ എക്സ്പെൻഡഡ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ബുക്സുകളും കമ്പനി എന്തു ചെയ്യണം? കീപ്പ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ 5 മാർക്കായിട്ട് അവർ ചോദിക്കാം. ഷെയർ ക്യാപിറ്റൽ എന്താണ്? കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ അഥവാ ഫേസസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്താണ്? ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്താണ്? സോ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഷെയർ ക്യാപിറ്റൽ ആദ്യം എന്താണെന്ന് നോക്കാം. ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. കമ്പനിയുടെ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റ്സ്. സോ ആ ഓരോ യൂണിറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഷെയർ എന്ന് വിളിക്കുന്നു. സോ എ പേഴ്സൺ ഹു എ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കാം? ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ മെമ്പർ എന്ന് വിളിക്കാം. ദസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡർ. സോ അടുത്തത് നമ്മൾ ഫേസസ് ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണ്. സോ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും എന്നുള്ളത്. നമുക്ക് നോക്കാം. എക്സാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാനൊന്ന് ഹോപ്പ് ചെയ്യുകയാണ് ഈ ഒരു കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചിരുന്നെങ്കിൽ കുട്ടികൾക്കത് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റണ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഷെയർ ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്ന് ഫേസസ് ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു വിചാരിക്കുന്നു. അൺഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്താണ്?
അപ്പോൾ നിങ്ങൾ ഓരോ ക്യാപിറ്റലും പഠിക്കണം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വിച്ച് ഈസ് രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള, എവിടെ മെമ്മോറാണ്ടത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ്, കമ്പനിയുടെ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. സോ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്താണ്? ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് എ കമ്പനി ഈസ് രജിസ്റ്റേർഡ് and it is mentioned in memorandum, and it is also called nominal or registered capital. So nominal capital എന്താണെന്ന് ചോദിച്ചാലും, registered capital എന്താണെന്ന് ചോദിച്ചാലും, authorized capital എന്താണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. സോ 2 മാർക്കിനും ഇത് ചോദിക്കാം, ആൻഡ് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്താണ്? പാർട്ട് ഓഫ് അതറൈസ്ഡ് ക്യാപിറ്റലിനെയാണ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് അതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു ദ പബ്ലിക് ഓർ സബ്സ്ക്രൈബ്ഡ് റിമൈനിങ് പാർട്ട് ഓഫ് ദ അതറൈസ്ഡ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നും അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നും വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നും, ആൻഡ് ഇഷ്യൂഡ് ചെയ്യാതെ റിമൈനിങ് ആയി നിൽക്കുന്ന ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നും വിളിക്കുന്നു. ദെൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്താണ്? പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്നും. ആൻഡ് ഇഫ് ഓൾ ദ ഷെയർസ് ആർ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് സച്ച് ക്യാപിറ്റൽ വിൽ ബി സെയിം ആസ് ഇഷ്യൂഡ്. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇഷ്യൂഡ് ക്യാപിറ്റലും സെയിം തന്നെയാണെന്നാണ് പറയുന്നത്. ദെൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്താണ്? ഏത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനെയാണോ ഡയറക്ടേഴ്സ് എന്ത് ചെയ്തേക്കുന്നത്, കോൾ ചെയ്തേക്കുന്നത്, അത്രയും എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ എന്ത് വിളിക്കാം, കോൾഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം, അല്ലേ? ഇപ്പോൾ നമ്മൾ ഷെയറിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് കോൾ വിളിച്ചു, അല്ലേ? സെക്കൻഡ് കോൾ വിളിച്ചു, അല്ലേ? ദെൻ എന്താ പറയുക, ഫൈനൽ കോള് മാത്രം വിളിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് കോള് സെക്കൻഡ് കോളും എന്തിൽ പെടുന്നു, കോൾഡ് അപ്പ് ക്യാപിറ്റലിനും വിളിക്കാതെ കിടക്കുന്ന ഫൈനൽ കോളിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, അൺകോൾഡ് ക്യാപിറ്റൽ എന്നും വിളിക്കുന്നു. ഗോട്ട് ഇറ്റ്? ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്താണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കോൾഡ് അപ്പ് ക്യാപിറ്റലാണോ വിളിച്ചതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സ് ആക്ച്വലി പേ ചെയ്തത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ പോർഷൻ ഓഫ് ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്ത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ക്ലിയർ? സോ ഓരോ ഇതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റലും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്ത്, ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ആണ് എന്ത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ആൻഡ് പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റലാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കോൾഡ് ആണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ആൻഡ് ദ പോർഷൻ ഓഫ് ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഈസ് പെയ്ഡ് ആണ് എന്ത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. സോ ഇതിന് ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. സോ അത് കണക്ട് ചെയ്ത് പഠിക്കുക, എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് എഴുതാനായിട്ട് പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, പഠിക്കുമ്പോൾ നമുക്കത് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളോട് ആര് ചോദിച്ചാലും നമുക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പോഴും ആ ഒരു കൺസെപ്റ്റ് നോക്കി പഠിക്കുക നിങ്ങൾ കേട്ടോ. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ക്യാപിറ്റൽ എന്താണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. അപ്പോൾ നമുക്കറിയാം, റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് കെപ്റ്റ് ഇൻ റിസർവ് which will be called up only on winding up of the company. കേട്ടോ, 2 മാർക്കിനൊക്കെ ചോദിക്കാം റിസർവ് ക്യാപിറ്റൽ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതുക, ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് കെപ്റ്റ് ഇൻ റിസർവ് വിച്ച് വിൽ ബി കോൾഡ് അപ്പ് ഓൺലി, അതായത് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രം കോൾ ചെയ്യുന്നതും ആൻഡ് അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ മാറ്റി വെച്ചിരിക്കുന്നതുമായ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിസർവ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഇനി അടുത്തതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ, അല്ലേ? പക്ഷേ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് അത് നമ്മൾ എടുത്തു വെക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണിക്കേണ്ട. പക്ഷേ ക്യാപിറ്റൽ റിസർവ് നമ്മളെവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കണം. ഏത് ഹെഡിങ്ങിലാണ് വരിക, അണ്ടർ ദ ഹെഡിങ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ് അത് വരിക.
ദെൻ പിന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ ടൈമിലാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി റിസർവ് ക്യാപിറ്റൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഓഫ് ദ കമ്പനിയുടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസർവ് ആണ് ക്യാപിറ്റൽ റിസർവ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കമ്പനി. ആൻഡ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസ്. ക്യാപിറ്റൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ക്യാപിറ്റൽ ലോസസ് ഇത് ചെയ്യാനായിട്ട് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതാണ് റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. സോ ഇത്രയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? കമ്പനിയുടെ മീനിങ് ചോദിച്ചാൽ എഴുതണം, ഡെഫിനേഷൻ ചോദിച്ചാൽ എഴുതണം, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ എഴുതേണ്ട കുറച്ച് പോയിന്റ്. ഇനി അത് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ ഫേസസ് ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ട ഒരു കാര്യങ്ങൾ. ദെൻ റിസർവ് ക്യാപിറ്റൽ എന്താണെന്ന് 2 മാർക്കിന് ചോദിച്ചാൽ എഴുതണം. ക്യാപിറ്റൽ റിസർവ് ചോദിച്ചാൽ എന്താണെന്ന് എഴുതണം. ദെൻ റിസർവ് ഡിഫറൻസസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ് എന്ന് ചോദിച്ചാലും എഴുതാനായിട്ട് സാധിക്കണം. ഓക്കെ. സോ നമ്മൾ ഇനി അടുത്തതായിട്ട് 2 മാർക്സിൻ്റെ അഗെയിൻ ചോദിക്കാൻ സാധ്യതയുള്ള 2 ഏരിയ പറയാം. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്താണെന്ന് ചോദിക്കാം. ദെൻ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ESOS എന്താണെന്ന് ചോദിക്കാം. ദെൻ ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. സോ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് മിക്ക ഇതിലും നമുക്ക് ചോദിച്ചു വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ തന്നെയാണ്. അതിലെന്താണെന്ന് വെച്ചാൽ കമ്പനി ടു എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് ഡിസ്കൗണ്ട് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് ക്യാഷിന് പകരം ഇപ്പോൾ എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിറ്റോ അല്ലെങ്കിൽ ബോണസോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് തീരുമാനിക്കുന്നു, അതായത് അല്ലെങ്കിൽ എംപ്ലോയീസിനോ സ്പെഷ്യൽ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ഒക്കെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിനൊക്കെ അവർ എന്ത് ചെയ്യുന്നു? ക്യാഷിന് പകരം ദേ വിൽ പ്രൊവൈഡ് റൈറ്റ് ഓഫ് ദ ഷെയർസിൻ്റെ റൈറ്റ് അവർ കൊടുക്കുന്നു. ദ നേച്ചർ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓർ വാല്യൂ. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് വിളിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഞാൻ ഒന്നും കൂടി പറയാം. എ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഈസ് ആൻ ഇക്വിറ്റി ഷെയർ ബൈ ദ കമ്പനി ടു ദ എംപ്ലോയീസ് അല്ലെങ്കിൽ ടു സ്പെഷ്യൽ എംപ്ലോയീസ് ഓർ ദ ഡയറക്ടേഴ്സ് or സ്പെഷ്യൽ എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ഓൺ ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, providing know-how or making available right, the nature of intellectual property right or value. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് വിളിക്കുന്നത്. ദെൻ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ESOS എന്ന് പറഞ്ഞാൽ എന്താണ്? Under ESOS, the companies offer their equity to their employees. ഇറ്റ് ഈസ് എ സ്കീം, ഒരു സ്കീമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ESOS എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുതിക്കോണം, ദാറ്റ് ഈസ് എ സ്കീം. സ്കീമിനെയാണ് നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ESOS എന്ന് വിളിക്കുന്നത്. അപ്പോൾ തന്നെ ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അത് എന്താണെന്നൊന്ന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാം. ഇറ്റ് ഈസ് എ സ്കീം അണ്ടർ വിച്ച് കമ്പനി ഗീവ്സ് ഓപ്ഷൻ റൈറ്റ് ആൻഡ് നോട്ട് ദ ഒബ്ലിഗേഷൻ to the whole-time directors, officers, employees to subscribe at a future date the equity share at a predetermined price. So ESOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്ഷനാണ്, ഓപ്ഷൻ സ്കീമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സിന് ഒരു റൈറ്റ് ആണുള്ളത്, പക്ഷേ അതിന് ഇവർക്ക് എന്തില്ല? ബാധ്യതയില്ല. നോട്ട് ആൻ ഒബ്ലിഗേഷൻ. ക്ലിയർ? റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ. ടു ദ ഹോൾ ടൈം ഡയറക്ടേഴ്സ്. സോ ഇത് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് ഏതൊക്കെ കാറ്റഗറിയിലുള്ള എംപ്ലോയീസിനാണ്? ഒന്ന് ഹോൾ ടൈം ഡയറക്ടേഴ്സിന്, ബിക്കോസ് ഡയറക്ടേഴ്സാണ് മേജർ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കണേ അല്ലേ. സോ അവരുടെ അതിൻ്റെ ഒരു കമ്പനിയുടെ വിജയത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണ് അവർ കമ്പനി അതിനുവേണ്ടി ചെയ്യുന്നത്, നന്ദി സൂചകമായിട്ട്. ദെൻ ഓഫീസേഴ്സ്, എംപ്ലോയീസ്, അതായത് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിൽ ഒരു പ്രീഡിറ്റർമൈൻഡ് പ്രൈസിൽ ഇക്വിറ്റി ഷെയർസ് ഇവർക്ക് കൊടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു റൈറ്റ് കൊടുക്കുന്നതിനെയാണ് നോട്ട് ദ ഒബ്ലിഗേഷൻ, റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ കൊടുക്കുന്ന ഒരു സ്കീമാണ് എന്ത്? ESOS. ഞാൻ ഒന്നുകൂടി പറയാം. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ കമ്പനീസ് ഓഫർ ദെയർ ഇക്വിറ്റി ടു ദെയർ എംപ്ലോയീസ്. ഇറ്റ് ഇസ് എ സ്കീം അണ്ടർ വിച്ച് കമ്പനി ഗീവ്സ് ഓപ്ഷൻ റൈറ്റ് ആൻഡ് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ദ whole-time directors, officers or employees, or subscribe at a future date the equity shares at a predetermined price. Then stock represents a portion of the capital of the company, just like shares.
സോ ഷെയർസ് പോലെ തന്നെ ഒരു ക്യാപിറ്റലിന്റെ പോർഷനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റോക്ക് എന്ന് വിളിക്കാം. നമ്മൾ സ്റ്റോക്കിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സിലൊക്കെ നമുക്ക് പറയാം സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അല്ലേ, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്, വെതർ ഫ്യൂച്ചേഴ്സ്, കറൻസി ഫ്യൂച്ചേഴ്സ്, നമ്മളൊക്കെ അങ്ങനെ വിളിക്കാം. സോ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് റെപ്രസെൻറ്റ്സ് എ പോർഷൻ ഓഫ് ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ജസ്റ്റ് ലൈക്ക് ഷെയർസ്. സോ ഇറ്റ് ഈസ് എ കൺസോളിഡേറ്റഡ് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആണ്. ഒരു ഡെഫിനേഷൻ സ്റ്റോക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഷെയർസ് ടുഗദർ ഇൻ എ ബണ്ടിൽ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഷെയറിന് ഒരു ഫേസ് വാല്യൂ ഉണ്ടാവും, പക്ഷേ സ്റ്റോക്കിന് ഫേസ് വാല്യൂ ഒന്നുമില്ല. ആൻഡ് ഷെയർ മേ ബി ഫുള്ളി പെയ്ഡ് ഉണ്ടാവും, പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉണ്ടാവും. പക്ഷേ സ്റ്റോക്കിനാണല്ലോ അത് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല ആൻഡ് ഓൾവേസ് ഫുള്ളി പെയ്ഡ് ആണ്. അതാണ് ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. സോ അതൊന്ന് കോട്ട് ചെയ്തോളൂ. എങ്ങാനും ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് സ്റ്റോക്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ 2 മാർക്സ് പെട്ടെന്ന് തന്നെ വാങ്ങാനായിട്ട് പറ്റും. ദെൻ പിന്നെ വരുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസിൽ 3 ടൈപ്പാണുള്ളത്. ഒന്ന് ബൈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ദ ഷെയർസ്, പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ദെൻ റൈറ്റ് ഇഷ്യൂ, ദെൻ പബ്ലിക് ഇഷ്യൂ. ഞാൻ ഒന്നും കൂടി പറയാം. ഇഷ്യൂ ഓഫ് ഷെയർസ് 3 ടൈപ്സ് ആണുള്ളത്. ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെന്റ്, 2 റൈറ്റ് ഇഷ്യൂ, 3 പബ്ലിക് ഇഷ്യൂ. അപ്പോൾ പബ്ലിക് ഇഷ്യൂ തന്നെ വീണ്ടും സബ് ഡിവിഷൻ വരുന്നുണ്ട്. ഒന്ന് ഇനീഷ്യൽ പബ്ലിക് ഓഫറും ഓഫർ ഫോർ സെയിൽസും. സോ ഇതിൽ റൈറ്റ് ഇഷ്യൂ എന്താണെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ ഇനീഷ്യൽ പബ്ലിക് ഓഫർ IPO എന്താണെന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഈ 2 വരികയാണെങ്കിൽ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ്. റൈറ്റ് ഇഷ്യൂ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ചീപ്പ് വേ ഓഫ് റേസിംഗ് ഫിനാൻസ് നമുക്ക് എഴുതാൻ പറ്റും. ഇസ് എ ചീപ്പ് വേ ഓഫ് ഫിനാൻസിങ്, അതായത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് റൈറ്റ് ഇഷ്യൂവിനെ പറയുന്നത്. ഇനി എന്താണ് റൈറ്റ് ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഒരു കമ്പനിയിൽ ആദ്യമേ തന്നെ തുടർ കാലഘട്ടത്തിൽ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിങ്ങിൻ്റെ പ്രൊപ്പോർഷന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, അവരുടെ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൈറ്റ് ഇഷ്യൂ എന്ന് വിളിക്കുന്നത്. സോ റൈറ്റ് ഇഷ്യൂവിൽ നമ്മൾ എന്തൊന്നും ഇഷ്യൂ ചെയ്തില്ല, പ്രോസ്പെക്ടസ് ഒന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് അവർ നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്നതുകൊണ്ട് മാത്രം. ദെൻ എന്താണ് IPO പറഞ്ഞു കഴിഞ്ഞാൽ? IPO മീൻസ് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് റേസിങ്. ഇതുപോലെ തന്നെ മെത്തേഡ് ഓഫ് റേസിങ് ഫണ്ടാണ്. ആൻഡ് ഇതിലെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ദ കമ്പനി സെൽ ഷെയർസ് ഓർ സ്റ്റോക്ക് ടു ദ ജനറൽ പബ്ലിക് ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ഒരു കമ്പനി ആദ്യമായിട്ട് തൻ്റെ ഷെയർസ് ജനറൽ പബ്ലിക്കിന് സെയിൽ ചെയ്യാനായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യൽ ആദ്യമായിട്ടുള്ള പബ്ലിക് ഓഫർ IPO എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് റേസിംഗ് ഫണ്ട് in which a raising security in which a company sells shares or stocks to the general public for the first time. കണ്ടോ IPO. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കോളൂ കേട്ടോ, എങ്ങാനും ചോദിച്ചാലോ. ദെൻ പ്രൊസീജിയർ ഫോർ ഇഷ്യൂയിങ് ന്യൂ ഷെയർസ്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. അതായത് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡും ദെൻ ബുക്ക് ബിൽഡിംഗ് മെത്തേഡും. സോ ആദ്യം എന്താ ചെയ്യുക? ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് ഇത് IPO മേ ബി 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ആഡ് ദീസ് പോയിന്റ് 2. എങ്ങനെയാണ് അവരുടെ മെക്കാനിസം, ട്രേഡിംഗ് മെക്കാനിസം അല്ലെങ്കിൽ പ്രൊസീജിയർ എന്താണെന്ന് കൂടി ഇതിൽ എഴുതി വെക്കാവുന്നതാണ്. സോ ആദ്യം സെലക്ഷൻ ഓഫ് മെർച്ചന്റ് ബാങ്കർ, നമുക്കൊരു ബാങ്കറിൻ്റെ ആവശ്യമുണ്ട്. ദെൻ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. ദെൻ ആപ്ലിക്കേഷൻസ് കൊടുക്കണം. ദെൻ അലോട്ട്മെന്റ് ടു ദ അപ്ലിക്കൻസിന് അലോട്ട്മെന്റ് കൊടുക്കണം. 2 തരത്തിലുള്ള അലോട്ട്മെന്റ്, ഫേം അലോട്ട്മെന്റ്, പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ്, ദെൻ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അത്രയും എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ഇഷ്യൂയിങ് ദ ന്യൂ ഷെയർസ്. ദെൻ എങ്ങനെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് വരുമ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് വരുമ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് തിയറി പാർട്ട് ആയിട്ട് ചോദിക്കുന്നതിനെ കാട്ടി ഇഫ് നമ്മളൊരു പ്രോബ്ലം വരികയാണെങ്കിൽ, ഓവർ സബ്സ്ക്രിപ്ഷൻ പ്രോബ്ലം വരികയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊറാറ്റ അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പ്രോബ്ലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ്, ഒരു ഫണ്ടമെൻ്റൽ ആണിത്. ഈ ഒരു ഷെയറിൻ്റെ ചാപ്റ്ററിലെ പ്രോബ്ലത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഏരിയയാണ്. അതായത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫിക്സ്ഡ് ബൈ ദ ഡയറക്ടേഴ്സ് ആണ്.
അത് കമ്പനി ആക്ട് 2013 പ്രകാരമാണ് നമ്മളത് കോട്ട് ചെയ്തേക്കുന്നത്. ദെൻ ദ കമ്പനി മസ്റ്റ് കളക്ട് എ മിനിമം സബ്സ്ക്രിപ്ഷൻ ഓഫ് 90% of the issued amount. If a company does not receive application money equal to the amount of minimum subscription, the entire subscription should be refunded to the public എന്നാണ് പറയുന്നത്. അതായത് മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫിക്സഡ് ബൈ ദ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ നമ്മൾ റേസ് ചെയ്യില്ലേ, ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതിനെയാണ് നമ്മളിവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു ക്ലോസ്, അതായത് കമ്പനി ആക്ടിൽ പറയുന്നത് മിനിമം ഒരു കമ്പനി അവരുടെ മസ്റ്റ് കളക്ട് മിനിമം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ അവരുടെ ഇഷ്യൂഡ് എമൗണ്ടിൻ്റെ 90% എങ്കിലും ഉണ്ടാവണം എന്നുള്ള റൂളാണ് പറയുന്നത്. അല്ലെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വാങ്ങിച്ചു വെച്ച സബ്സ്ക്രിപ്ഷൻ മണി മൊത്തം അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, റീഫണ്ട് ചെയ്യേണ്ടി വരും. അതാണ് അവരുടെ നിയമം. ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ദി ഷെയർസ്. നമുക്ക് 2 തരം ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് ക്യാഷ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. നമുക്ക് ക്യാഷ് ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി എന്തായിരിക്കും നമ്മുടെ എൻട്രി, നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യണം അല്ലേ. സോ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു. ദെൻ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ അലോട്ട്മെന്റ് ആണ് ഡ്യൂ ചെയ്യണം. അലോട്ട്മെന്റ് ഡ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുന്നത്, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ ആണ്. അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ്. ദെൻ ഓൺ മേക്കിംഗ് ദ ഫസ്റ്റ് കോൾ മേക്ക് ചെയ്യുമ്പോൾ എൻട്രി എന്താ, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഓൺ റിസീപ്റ്റ് ഓഫ് ഫസ്റ്റ് കോൾ മണി ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. സോ ആദ്യം ആപ്ലിക്കേഷൻ മണിയിൽ മാത്രമാണ് ക്യാഷ് ആദ്യം റിസീവ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിലും ഈവൻ എന്താ പറയുക, അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോഴും ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുമ്പോഴും ഫൈനൽ കോൾ റിസീവ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ഡ്യൂ ആക്കുകയാണ് ചെയ്യുന്നത്. ഡ്യൂ ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മണി റിസീവ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ ഇത് 3 ടേംസ് ആണ് ഇഷ്യൂസിലുള്ളത്. ഒന്ന് പറയുക ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, ദെൻ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആൻഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ചോദിച്ചിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. സോ ആ ഒരു ഇഷ്യൂ, അപ്പോൾ ഞാനിതിന് എക്സ്പെക്ട് ചെയ്യുന്നു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം തന്നിട്ട് അതിലെ ഫോർഫീച്ചറോ റീഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഷെയറിൻ്റെ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഒരു 2 പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഒന്ന് 5 മാർക്കിനും ഒന്ന് 10 മാർക്കിനും. ഫോർഫീച്ചർ റീഇഷ്യൂ വേണമെങ്കിൽ 2 മാർക്കിനും വരാം. ഏകദേശം ഒരു 10+10 ഒരു 20 മാർക്സ് എങ്കിലും ഞാൻ ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഔട്ട് ഓഫ് 20. അപ്പോൾ ആ 20 മാർക്കിൽ ഔട്ട് ഓഫ് നിങ്ങൾ എത്ര ഈ മൊഡ്യൂളിൽ നിന്ന് സ്കോർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാറിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ആദ്യം തന്നെ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാറിൽ 1 മിനിറ്റ്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാറിൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് 20 lakh ഡിവൈഡഡ് ഇൻറ്റു, അപ്പോൾ അത് എത്ര ഷെയർ ഉണ്ടാവും, 20 lakh പറഞ്ഞു, 20,000 ഇൻറ്റു 100 അല്ലേ. ആൻഡ് ദ കമ്പനി ഇഷ്യൂ 10,000 ഷെയർസ് അറ്റ് പാർ. ആൻഡ് അപ്പോൾ ഇതിൽ 10,000 ഷെയർസ് കമ്പനി അറ്റ് പാറിൽ, അതായത് 20 ആണെങ്കിൽ 20ൽ തന്നെ, അങ്ങനെയാണ് പാർ എന്ന് പറഞ്ഞു വരിക. 100 ആണെങ്കിൽ 100ൽ തന്നെ, അതാണ് ഇഷ്യൂഡ് അറ്റ് പാർ. Then payable 20 on application, 30 on allotment, 20 on first call and 30 on final call. അപ്പോൾ അത് ഇങ്ങനെ സിമ്പിൾ പ്രോബ്ലം ആണ്. ഇത്ര സിമ്പിളൊന്നും എക്സാമിന് വരില്ല കേട്ടോ. എക്സാമിന് വരികയാണെങ്കിൽ എന്തെങ്കിലും പ്രീമിയം വെച്ചിട്ട് പ്ലസ് ഫോർഫീച്ചറോ ദെൻ അതുപോലെ കോൾസിന് അരിയേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. സോ അത് വരുമ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഫണ്ടമെൻ്റൽ ഇത് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അല്ലേ. നമ്മൾ അതെന്താണത്, അത് റിസീവ് ചെയ്ത് ആദ്യം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത് എൻട്രി എഴുതി. ദെൻ നമുക്ക് ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തു, നമ്മൾ ആപ്ലിക്കേഷൻ മണി ഡ്യൂ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അല്ലേ. അക്സെപ്റ്റ് ചെയ്ത് എൻട്രി എന്താ, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ നമ്മൾ ഷെയർ അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കി. അപ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 30 ആണെന്ന്. എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണേ, 10,000. സോ 10,000 ഇൻറ്റു 30
3 lakh. സോ അങ്ങനെ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് കോള് ദെൻ ഫൈനൽ കോള് വരുമ്പോൾ ലാസ്റ്റ് എന്ത് വരും? ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഫൈനൽ കോൾ അല്ലേ. സോ അത്രയും നമുക്ക് സിമ്പിളായിട്ടുള്ള എൻട്രിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്തത് ഒരു ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതാണ്. സോ എപ്പോഴൊക്കെയാണ് കമ്പനിക്ക് പ്രീമിയത്തിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അതായത് അതിൻ്റെ 3 കാര്യങ്ങളാണ്. ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുമ്പോഴും, ദെൻ പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യുമ്പോഴും, ദെൻ എക്സ്പെൻസസോ കമ്മീഷനോ ഡിസ്കൗണ്ട് അലൗഡോ റൈറ്റ് ഓഫ് ചെയ്യുമ്പോഴും നമുക്ക് കമ്പനിക്ക് എന്ത് ചെയ്യാം? ഷെയർസ് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയത്തിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഷ്യൂസ് ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം വരികയാണെങ്കിൽ K Limited issued 5,000 shares of 10 each at a premium of 5 per share. The amount payable ₹3 on application, 7 on allotment including premium. അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുക, 3 on application and 7 on allotment ആണ്. ഈ പ്രീമിയം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ മണി എത്രയായിരിക്കും? 5 പ്രീമിയം ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 2 ആയിരിക്കും അലോട്ട്മെൻറ്റ് മണി. സോ അങ്ങനെയാണ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ. ആൻഡ് ദ ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പോൾ ആപ്ലിക്കേഷൻ മണി 3 കഴിഞ്ഞു, 7 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ എത്ര? 8, 9, 7 അലോട്ട്മെൻറ്റ് പറയുമ്പോൾ എത്ര? 8, 9, 10 അല്ലേ. ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഓൾ ഷെയർസ് വെയർ സബ്സ്ക്രൈബ് ബൈ ദ പബ്ലിക് ആൻഡ് ഓൾ മണി ഈസ് ഡ്യൂലി റിസീവ്ഡ്. സോ നോക്കാം നമുക്ക്. ആദ്യം ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് തന്നിട്ടുണ്ട്. സോ അത് അക്സെപ്റ്റ് ക്യാഷ് റിസീവ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയർ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് അതുപോലെ തന്നെ ഡ്യൂ ആക്കുക. ദെൻ സോ നമ്മൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ പ്രീമിയം, അതാണ് പ്രീമിയം. ഷെയർ അലോട്ട്മെന്റ് മണിയുടെ കൂടെയാണല്ലോ പ്രീമിയം സ്വീകരിച്ചേക്കുന്നത്. സോ ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 ഇൻറ്റു എത്രയാണ് അപ്പോൾ 7 അല്ലേ. 5 പ്രീമിയവും 2 അലോട്ട്മെന്റ് മണിയും, അങ്ങനെ 7. അപ്പോൾ അങ്ങനെ ടോട്ടൽ ചെയ്തിടണം. 5,000 ഇൻറ്റു 7 35,000 എന്നും, അതിൽ ഷെയർ അലോട്ട്മെന്റിന്റെ മണി ടു ഷെയർ ക്യാപിറ്റൽ 5,000 ഇൻറ്റു 2 10,000 എന്നും, ഷെയർ പ്രീമിയം 5,000 ഇൻറ്റു 5 25,000 എന്നും എഴുതാം. ദെൻ അടുത്തത് അലോട്ട്മെന്റ് മണി ഷെയർ പ്രീമിയം റിസീവ് ചെയ്ത എമൗണ്ട്, ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് 35,000. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ റിസീവ് ചെയ്യാണ്. അപ്പോൾ ബാക്കി ഇനി എത്രയുണ്ട്? 7 അലോട്ട്മെന്റ് മണിയും 3 ആപ്ലിക്കേഷൻ മണിയും 10, ബാക്കി 5. അതാണ് എന്ത്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. സോ 5,000 ഇൻറ്റു 5 25,000 ആണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ദെൻ ഫൈനൽ കോൾ മണിയും ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്ത എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 25,000. ഇങ്ങനെയാണ് നമ്മൾ ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഓക്കെ. ദെൻ ഇനിയിപ്പോൾ നമ്മൾ പ്രീമിയം പേയബിൾ വിത്ത് ആപ്ലിക്കേഷൻ മണി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ എന്ന് എഴുതിയാൽ മതിയാവും. പക്ഷേ വെൻ ഷെയർസ് ആർ അലോട്ടഡ് ആപ്ലിക്കേഷൻ മണി അല്ല അലോട്ട്മെന്റ് മണി ആണെങ്കിലോ, ആപ്ലിക്കേഷൻ മണിയുടെ കൂടെ റിസീവ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എന്ത് എഴുതും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ എന്നും, ആൻഡ് ഷെയർസ് അലോട്ട് ചെയ്യുമ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. റീഫണ്ടിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിജക്ഷൻ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ബിക്കോസ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ കുറച്ച് എമൗണ്ട് നമ്മൾ തിരിച്ച് റീഫണ്ട് ചെയ്യുകയാണെങ്കിലാണ് ഈ എൻട്രി നമ്മൾ എഴുതേണ്ടത്. സോ ആപ്ലിക്കേഷൻ മണിയിലേക്കാണ് നമ്മൾ എന്ത് വരിക? ഓവർ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് വരിക. ദെൻ നമ്മൾ പ്രീമിയം ഈസ് പേയബിൾ വിത്ത് അലോട്ട്മെന്റ് മണി ആണെങ്കിലുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡ്യൂ എൻട്രി ആണ് കാണിക്കേണ്ടത്. സോ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ദെൻ റിസീവ് ചെയ്ത മണിയുടെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. വെരി സിമ്പിളാണ്. ദെൻ മിനിമം ഓവർ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മിനിമം സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസും ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസും. സോ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആപ്ലിക്കേഷൻ ഷെയർസ് നമ്മൾ
റിസീവ് ചെയ്തത് അത് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഷെയർ, നമ്മൾ ടോട്ടൽ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടി ആപ്ലിക്കേഷൻ മണി കുറഞ്ഞു റിസീവ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു കേസിലാണെങ്കിൽ അലോട്ട്മെന്റ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ തന്നെയായിരിക്കും ഇവിടെ അലോട്ട്മെൻറ്റും ക്യാപിറ്റലായിട്ട് പറയുക. ആൻഡ് അക്കോർഡിംഗ് എൻട്രീസ് വിൽ ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ്. ദെൻ ഓവർ സബ്സ്ക്രൈബ്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ മണിയാണ്. ദെൻ ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിങ് എക്സസ് ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്നത് അല്ലേ. സോ അങ്ങനെ വരികയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, കമ്പനി ഒരു ഗുഡ് വില്ലുള്ള അല്ലെങ്കിൽ വളരെ നല്ല റെപ്യൂട്ടേഷനുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്നാണ് നമ്മൾ പറയുക ഓവർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ, ഇൻ ദ കേസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വരികയാണെങ്കിൽ 3 ഓപ്ഷനാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷൻ കൊടുക്കുക, അതായത് ചോദിച്ച എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുക്കുക, ആപ്ലിക്കൻസിന് നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്, ഓഫേർഡ്, റിസീവ്ഡ് ഓൺ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ഓപ്ഷനായിട്ട് നമ്മൾ കൊടുക്കുക. വെൻ ഡയറക്ടേഴ്സ് ഡിസൈഡ് ടു അക്സെപ്റ്റ് ദ ആപ്ലിക്കേഷൻ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇഷ്യൂഡ്, ഓഫേർഡ് ആൻഡ് റിജക്ട് ടോട്ടലി ദ എക്സസ് ആപ്ലിക്കേഷൻ, ദെൻ ദ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻസ് ആർ റീഫണ്ടഡ്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഡയറക്ടേഴ്സ് ഡിസൈഡ് ചെയ്യണ ആപ്ലിക്കേഷൻസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഷെയർസ്, അതായത് ഇഷ്യൂഡ് ഓഫേർഡ് ചെയ്ത ആ നമ്പർ ഓഫ് ഷെയർസ് മൊത്തം ആപ്ലിക്കേഷൻസിന് കൊടുക്കുന്നു, ആൻഡ് എക്സസ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ളത്. ഓവർ സബ്സ്ക്രിപ്ഷൻ വരികയാണെങ്കിൽ ഫസ്റ്റ് കേസ് നമ്മൾ ഫുൾ ഓപ്ഷൻ കൊടുക്കും. ദെൻ സെക്കൻഡ് കേസ് നമ്മൾ പ്രൊറാറ്റ അലോട്ട്മെൻ്റ് ആണ്, തേർഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫുൾ ഓപ്ഷൻ ആൻഡ് പ്രൊറാറ്റ. അപ്പോൾ ഫുൾ ഓപ്ഷൻ എന്താണെന്നും പ്രൊറാറ്റ അലോട്ട്മെൻറ്റ് എന്താണെന്നും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം തരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഫുൾ ഓപ്ഷൻ ആണോ, അതായത് പ്രൊറാറ്റ അലോട്ട്മെൻ്റ് ആണോ, ദെൻ കോമ്പിനേഷൻ കുറച്ച് ഫുൾ ഓപ്ഷനും കുറച്ച് പ്രൊറാറ്റയാണോ. സോ അങ്ങനെ വേണം നിങ്ങൾ പ്രോബ്ലം അപ്രോച്ച് ചെയ്യാൻ. ഞാൻ ഈ പറയുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് എസ്സേ ആയിട്ടാണ് ചോദിക്കുക, അതായത് 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഏത് ഓപ്ഷനാണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഫുൾ ഓപ്ഷനാണോ, പ്രൊറാറ്റ